അതെ ഡോക്ടർ, വൃക്ക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അവയവം തന്നെയാണ് മനുഷ്യ ശരീരത്തിൽ എന്ന് പറയുന്നത്. ഇതിനെ ബാധിക്കുന്ന ഒരു രോഗം ബാധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതിന് ബാധിക്കുന്ന പ്രധാനപ്പെട്ട രോഗങ്ങൾ അതെന്തൊക്കെയാണ്? വൃക്കകളെ ബാധിക്കുന്ന രോഗങ്ങളെ പൊതുവായി രണ്ട് രീതിയിൽ തരംതിരിക്കാം. ഒന്ന്, പെട്ടെന്നുണ്ടാകുന്ന വൃക്കസ്തംഭനം അഥവാ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി. അതേപോലെ തന്നെ സ്ഥായിയായ വൃക്കസ്തംഭനം ക്രോണിക് കിഡ്നി ഡിസീസ്. പൊതുവായി ഇങ്ങനെ തരംതിരിക്കാം. പെട്ടെന്നുണ്ടാകുന്ന വൃക്കസ്തംഭനത്തിന് കാരണം പാമ്പ് കടി, എലിപ്പനി, മറ്റ് വയറ്റിളക്ക രോഗങ്ങൾ, പനി, അങ്ങനെയുള്ള പെട്ടെന്നുണ്ടാകുന്ന അസുഖങ്ങളുടെ ഭാഗമായി വൃക്കകൾക്കുണ്ടാകുന്ന തകരാറിനെയാണ് പെട്ടെന്നുണ്ടാകുന്ന വൃക്ക സ്തംഭനം അഥവാ AKI അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി എന്ന് പറയും. അതേപോലെ തന്നെ സ്ഥായിയായ വൃക്കസ്തംഭനം എന്ന് പറഞ്ഞാൽ 3 മാസത്തിൽ കൂടുതൽ വൃക്കകളുടെ പ്രവർത്തനം മാന്ദ്യം ഭവിക്കുകയും അത് തിരിച്ചു കൊണ്ടുവരാൻ പാടില്ലാത്ത രീതിയിലേക്ക് ആയിപ്പോവുകയും ചെയ്യുന്നതിനെയാണ് ക്രോണിക് കിഡ്നി ഡിസീസ് അഥവാ CKD എന്ന് പറയുന്നത്. ഇതുകൂടാതെ വൃക്കകളെ ബാധിക്കുന്ന മറ്റ് അസുഖങ്ങൾ, പ്രത്യേകിച്ച് മൂത്രത്തിൽ കൂടെ പ്രോട്ടീൻ പോകുന്ന നെഫ്രോട്ടിക് സിൻഡ്രോം, അതുപോലെ മൂത്രത്തിൽ രക്തവും പ്രോട്ടീനും പോകുന്ന അക്യൂട്ട് നെഫ്രിറ്റിക് സിൻഡ്രോം, അതുപോലെ പല അസുഖങ്ങൾ, വൃക്കകളിലുണ്ടാകുന്ന കല്ലുകൾ, വൃക്കകളിലെ പഴുപ്പ്, അതുപോലെ ജനിതകമായ അസുഖങ്ങൾ, വൃക്കകളിലുണ്ടാകുന്ന സിസ്റ്റുകൾ അഥവാ വെള്ളക്കെട്ട് പോലെയുള്ള അസുഖങ്ങൾ, ഇങ്ങനെ പല അസുഖങ്ങൾ വേറെയുമുണ്ട്. പൊതുവെ പെട്ടെന്നുണ്ടാകുന്ന വൃക്കസ്തംഭനം അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി ആൻഡ് സ്ഥായിയായ വൃക്കസ്തംഭനം ക്രോണിക് കിഡ്നി ഡിസീസ്, ഇതാണ് പൊതുവെയുള്ള വൃക്ക രോഗങ്ങളുടെ ഒരു ക്ലാസിഫിക്കേഷൻ. ശരി ഡോക്ടർ, വ്യക്തമാണ്.